ഹലോ മക്കളെ, ഇതിനി 9ലേക്ക് പോകുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ള വീഡിയോ ആണ് കേട്ടോ. കുട്ടികൾ എന്നതിലുപരി മാതാപിതാക്കൾക്ക് വേണ്ടിയുള്ളതാണ്. കാരണം കുട്ടികൾ ഇപ്പോഴും വെക്കേഷൻ മൂഡിലായിരിക്കും. മാതാപിതാക്കൾക്കാണ് ടെൻഷൻ. എനിക്കത് വ്യക്തമായി പറയാൻ പറ്റും. കാരണം എൻ്റെ മൂത്ത മകനും ഇനി 9ലോട്ടാണ്. അപ്പോൾ എവിടൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെയാണ് നമ്മൾ പ്രത്യേകമായി ചെയ്യേണ്ടത്, എൻ്റെ കുഞ്ഞിന് ട്യൂഷന് വിടേണ്ടതുണ്ടോ, അതിൻ്റെ ആവശ്യമുണ്ടോ, ഇതൊക്കെയാണ് നമ്മുടെ മനസ്സിലൂടെ ഇപ്പോൾ പോകുന്ന ചോദ്യങ്ങൾ അല്ലേ. അപ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, 8 പോലല്ല 9, ശരിയാണ്. അവർ 6 മുതൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്ന് സെപ്പറേറ്റ് പഠിക്കുന്നുണ്ടെങ്കിൽ അവർ ഒരുമിച്ചാണ് പരീക്ഷ എഴുതുന്നത്. 10ലും അങ്ങനെ തന്നെയാണ്. പക്ഷേ 9 മുതലാണ് ശരിക്കും നമ്മൾ ഇൻഡെപ്തായിട്ട് സ്റ്റഡീസ് തുടങ്ങുന്നത്. ഇപ്പോൾ ഫിസിക്സ് എടുക്കുകയാണെങ്കിൽ നമ്മൾ ഈ 9 പഠിക്കുന്ന കുറേ കാര്യങ്ങൾ നമുക്ക് 11ലേക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ 9 ശ്രദ്ധിച്ച് തന്നെയാണ് പഠിക്കേണ്ടത്. കഴിഞ്ഞ വർഷത്തെ സിലബസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഈ വർഷം ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ കംപ്ലീറ്റ്ലി 9ൽ നിന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട്. നമുക്കുള്ളത് മോഷനെ കുറിച്ച് പഠിക്കാനുണ്ട്, ഫോഴ്സിനെ കുറിച്ച് പഠിക്കാനുണ്ട്, സൗണ്ടിനെ കുറിച്ച് പഠിക്കാനുണ്ട്. പിന്നെ വർക്ക് ആൻഡ് എനർജി എന്ന ചാപ്റ്ററിൻ്റെ കൂടെ ഒരു സിമ്പിൾ മെഷീൻസ് എന്ന് പറഞ്ഞൊരു പാർട്ട് കൂടി നമുക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് എർത്തിൻ്റെ ചാപ്റ്ററും പഠിക്കേണ്ടതുണ്ട്. അത് നമ്മൾ ഫിസിക്സ് ടീച്ചേഴ്സ് ആയിരിക്കും മിക്കവാറും പഠിപ്പിക്കാറ്. അപ്പോൾ ഇത്രയുമാണ് നമുക്കുള്ളത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് പഴയ ഒരു ടെക്സ്റ്റ് ബുക്ക് വെച്ച് പഠിത്തം നടക്കില്ല. എക്സ്പ്ലോറേഷൻ എന്ന് പറയുന്ന പുതിയ ടെക്സ്റ്റ് ബുക്ക് വെച്ചിട്ട് വേണം നമ്മൾ പഠിക്കാനായിട്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മൾ 8ൽ പഠിച്ചപ്പോൾ ക്വസ്റ്റ്യൻ ആൻസർ പഠിക്കുക, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ തരിക, നോട്ട് നോക്കി പഠിക്കുക, അങ്ങനെയൊക്കെയായിരുന്നു നമ്മുടെ ഒട്ടുമുക്കാൽ പേരുടെ പഠിത്തവും. ടെക്സ്റ്റ് വായിക്കും, എന്നാലും അതിൽ ഇൻഡെപ്തായിട്ട് പോകുന്നവർ വളരെ കുറവാണ്. അപ്പോൾ നമ്മൾ 9th മുതൽ ചെയ്യേണ്ടത്, നമുക്ക് എപ്പോഴും സെൽഫ് മെയ്ഡായിട്ടൊരു നോട്ട് വേണം. നമ്മൾ ഏത് ട്യൂഷന് പോയാലും സ്കൂളിൽ എത്ര വൃത്തിയായിട്ട് നമ്മൾ പഠിപ്പിച്ചാലും നമ്മുടെ കയ്യിൽ നമ്മൾ ടെക്സ്റ്റിൽ നിന്ന് എഴുതിയെടുക്കുന്ന ഒരു നോട്ട് നമ്മുടെ കയ്യിൽ വേണം, നമ്മുടെ ഒരു ക്വിക്ക് റെഫറൻസിന് വേണ്ടി. അങ്ങനെയാണ് നമ്മൾ 9th മുതൽ ഫിസിക്സ് പഠിക്കേണ്ടത്. എഴുതി പഠിക്കുക എന്നുള്ളത് മാൻഡേറ്ററി തന്നെയാണ്. കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കുക. ആദ്യം മനസ്സിലാക്കേണ്ടത് പരീക്ഷ എഴുതാൻ വേണ്ടിയല്ല നമ്മൾ പഠിക്കുന്നത്. നമുക്കിവിടെ പഠിക്കുന്ന കാര്യങ്ങളാണ് ഇനി അങ്ങോട്ട്, പ്രത്യേകിച്ച് 11ലോട്ട് നമ്മൾ എത്തുമ്പോൾ അവിടെ പഠിക്കുന്നതിൻ്റെ ബേസ് കിടക്കുന്നത് 9ലാണ്. അപ്പോൾ 9 നല്ല വൃത്തിക്ക് പഠിച്ചാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ.